ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മച്ചാന്മാരെല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു NSന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്ന NS കൗണ്ടറിൽ നമ്മൾ ഡൂക്കിൻ്റെ സിംഗാം ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഓൾറെഡി ഡൂക്കിൻ്റെ സിംഗാമും കാര്യങ്ങളും നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഷോപ്പിനെ പറ്റിയിട്ടുള്ള വിശേഷ വീഡിയോ ആണ് ഇന്നത്തെ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് കുറേ വണ്ടികളുണ്ട് വർക്ക് ചെയ്യാൻ. കുറേ ഇല്ല, 2 വണ്ടിയുണ്ട് കേട്ടോ. ഇതും ഈ ഒരു NSഉം. ഈ ഒരു NSന് ഡൊമിനാറിൻ്റെ UST4ക്കും പിന്നെ അതുപോലെ തന്നെ ഡൊമിനാറിൻ്റെ അലോയ് ഹെഡ്ലൈറ്റ്സ്, ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റ് ഉണ്ട്, ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മളെ വണ്ടി ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സിംഗാമ്പ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ പണി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വണ്ടിയുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആവില്ല. നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഈ ഒരു വണ്ടിയുടെ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ സിംഗാമ്പ് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അത് ഞാൻ എന്തായാലും ഔട്ട്ലുക്കിൽ പറയാം. ഇപ്പം നമ്മൾ ഈ കാണുന്ന രീതിക്ക് സ്പേസറൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് വർക്കും കൂടെ ബാക്കിയുണ്ട്. ഇനി നേരെ അടുത്തൊരു ഫ്രെയിമിലോട്ട് പോവുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എവിടെയെങ്കിലും പരിചയമുണ്ടോ ഗൈസ്? അപ്പോൾ ഇത് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന NS ആണ് കേട്ടോ. അതിൻ്റെ ഹീറ്റ് സെൻസറൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ കൂളൻ്റെ ടാങ്ക് പോയിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി, പിന്നെ റേഡിയേറ്ററിൻ്റെ അകത്ത് കൂളൻ്റൊക്കെ ഒഴിച്ച് അങ്ങനെ കുറച്ച് റീസെറ്റിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പകുതിക്ക് വെച്ച് നിർത്തിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്കങ്ങ് ഫുള്ളാക്കണ്ടേ. അപ്പോൾ ഏകദേശം വണ്ടി ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ, ഭയങ്കര ഷോക്ക് വരുന്നു കേട്ടോ. തുരുമ്പ് വണ്ടി ഏകദേശം എടുക്കാതിരുന്ന് എഞ്ചിൻ്റെ അകത്ത് കൂളൻ്റൊക്കെ ഇറങ്ങി, ഗ്യാസ്കറ്റ് ലീക്കായി, കൂളൻ്റൊക്കെ ഇറങ്ങി, പിസ്റ്റനൊക്കെ പിടിച്ച് വാൾവൊക്കെ ജാമായി. ആ വാൾവ് എല്ലാം റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ വണ്ടി കണ്ടോ സ്റ്റാർട്ടിങ് റേഞ്ചിലെത്തി. നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം ഈ ഒരു വണ്ടിയുടെ അവസ്ഥ എന്തരായിരുന്നു എന്ന്. ആ അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൈസ്. അങ്ങനെ നമ്മൾ അവസാനം നമ്മളെ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ NS റീസ്റ്റോറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റീസ്റ്റോറേഷൻ ചെയ്ത് നമ്മൾ ഈ ഒരു കാണുന്ന രീതിക്ക് മൊത്തത്തിൽ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി എഞ്ചിൻ്റെ ഭാഗത്തായാലും അതുപോലെ തന്നെ ബോഡി പാർട്സ് ഡാമേജ് ആയിട്ടുള്ള എല്ലാ സാധനവും നമ്മൾ മാറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓട്ടിക്കാനായാലും നൈസായിട്ടുണ്ട്. നമ്മൾ ആ കാത്തിരുന്ന നിമിഷം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്ത് ആ ഒരു ഔട്ട്ലുക്ക് വരുന്ന NS 200 BS3. അപ്പോൾ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ പറഞ്ഞാണെങ്കിൽ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്നുള്ള രീതിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുത്ത ഒരു വണ്ടിയാട്ടോ. ഇത്രയും എടുത്തപ്പോൾ തന്നെ നമുക്ക് അറൗണ്ട് 54-53 സംതിങ് ബില്ല് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഓരോ തവണ ഓരോ സാധനം വാങ്ങാൻ പോകുന്നതോറും ബില്ല്. കാരണം അങ്ങനെയാണ് ഈ വണ്ടി. ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ബ്രേക്ക് അസംബ്ലി തൊട്ട് ഈ ഒരു ഹാൻഡിൽ, ഡൊമിനാറിൻ്റെ ഹാൻഡിൽ, ഹോൾസ്, കൺവേർഷൻ കിറ്റ്, പിന്നെ RC ഗ്രിപ്പ്, ഈ ഒരു സെക്ഷൻ കൺട്രോൾ സ്വിച്ച്, പിന്നെ നമുക്ക് വരുന്ന പുത്തൻ ഡൂമ്, പിന്നെ അതിൻ്റെ മേലിൽ സ്റ്റോക്ക് വൈസർ ചേഞ്ച്, പിന്നെ ഈ ഫോർക്ക് പൈപ്പ്, പിന്നെ അതിൻ്റെ ഇന്നർ സീല്, ഔട്ടർ സീല്, പിന്നെ ഈ ഒരു കാലിബർ സെക്ഷൻ പഴയതെടുത്ത് മാറിയാണ് കേട്ടോ. ഇതിൻ്റെ സാധനങ്ങൾ ബെൻഡായിരുന്നു. ഇതിൽ നിന്ന് മാറിയ സാധനങ്ങളൊക്കെ കാണിച്ചാൽ എല്ലാം കസ്റ്റമേഴ്സ് ഇറക്കി കയറ്റി. സസ്പെൻഷൻ, സ്റ്റാർട്ടിങ് മോട്ടർ, പാവപ്പില്ലല്ലേ ബ്രേക്ക് തുരുമ്പായി, ഇതിൻ്റെ അകത്ത് സ്റ്റക്കായി പോയി. റേഡിയേറ്റർ ഫാൻ സ്റ്റക്കായി പോയി. അവിടെ കറങ്ങുന്നത് ഇപ്പം ലൂസായി. സിലിണ്ടർ കിറ്റ്, ഇതിൻ്റെ പിസ്റ്റൻ ഉണ്ടായിരുന്നു, അത് അവന്മാർ ലെയ്ത്തിൽ അവിടെ ആയിപ്പോയി. ലെയ്ത്തിൽ പിസ്റ്റനെ, സിലിണ്ടർ കിറ്റിൻ്റെ പിസ്റ്റൻ അവിടെ ആയിപ്പോയി ലെയ്ത്തിൽ. അപ്പോൾ കണ്ടല്ലോ, ഇത്ര സാധനമാണ് നമ്മൾ മാറി എടുത്തിട്ടുള്ളത്. വേറെ മൂടാണ്. ഇനി പെയിൻറ്റ് കൂടെ ചെയ്താൽ മതി. അപ്പോൾ അത്രയും കൂടെ ചെയ്യാനുള്ള ഫണ്ട് കസ്റ്റമറിൻ്റെ ഇല്ല നമുക്ക്. അപ്പോൾ കാണുന്ന ഈ ഒരു പീ സെറ്റ്, ലോക്ക് സെറ്റ് എല്ലാം മാറി എത്താൻ ഈ വണ്ടി സൗണ്ട് ഒന്ന് ഓടിക്കാണ്. വണ്ടി ഓടിക്കാൻ പറ്റാ സമയത്താണ് എല്ലാം ഏകദേശം തീർന്നു പോകും. ചെറിയ എണ്ണ കുറച്ചേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു അറപ്പുണ്ട്. എണ്ണ തീരെ ഇല്ല, നല്ല കുറവാണ്. എണ്ണ ഇച്ചിരി കുറവാണ്.
ഉണ്ട്. അപ്പോൾ ഈ വണ്ടി എങ്ങനെയാണ് റീസ്റ്റോറേഷൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മളെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലൊക്കെ ബാക്കിലോട്ടുള്ള വീഡിയോസ് നോക്കിയാൽ കാണാം. അത്യാവശ്യം വണ്ടിയിൽ കൊണ്ടുവന്ന കേട്ടോ. അതുപോലെ തന്നെ ഡസ്റ്റും കാര്യങ്ങളും തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് വണ്ടി ഫുള്ള് റീസ്റ്റോറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ സെക്ഷൻ ആയാലും ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഭാഗത്തായാലും അതുപോലെ തന്നെ ബാക്കിലോട്ടൊക്കെ ആയാലും എല്ലാം നമ്മൾ മൊത്തത്തിൽ റീസെറ്റ് ചെയ്ത് വണ്ടി ഇപ്പോൾ ഓടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഓടിക്കാനെല്ലാം ഇനി ഇഷ്ടംപോലെ കാലം നമുക്ക് ഓടിക്കാൻ പറ്റുന്ന രീതിക്ക് ആക്കിയിട്ടുണ്ട്. കാരണം കാർബേറ്റർ അടക്കം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഒറ്റ സ്റ്റാർട്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ വണ്ടി ഓടിക്കാനും നല്ല രസം കേട്ടോ. ഓടിക്കാനും നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ എൻജിൻ സൗണ്ട് കേൾപ്പിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ സൈലൻ്റ് ആയിട്ടുണ്ട്. എൻജിൻ്റെ സെക്ഷനൊക്കെ നമ്മൾ സിലിണ്ടറും കിറ്റിയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മച്ചാന്മാർ ഇതുപോലുള്ള റീസ്റ്റോറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാൻ നമുക്ക് പവറാക്കാം.